20 സെക്കൻഡ് കണ്ണടഞ്ഞു പോയപ്പോൾ 5 ജീവിതങ്ങളിലേക്കാണ് ഇരുട്ട് കയറിയത് എന്ന് ചുരുക്കം. കാളിയപ്പൻ, നാഗമ്മ, രാജേശ്വരി, 4 വയസ്സുകാരൻ ജീവ, 1 വയസ്സുകാരി ശിവ. ഇതാണ് 5 പേർ. തൃശൂർ നാട്ടികയിൽ വെച്ചുണ്ടായ അപകടത്തിൽ പാലക്കാട് ചെമ്മണാത്തോട് കോളനിയിലെ 5 ജീവനുകളാണ് നഷ്ടമായത്. എന്താണ് യഥാർത്ഥത്തിൽ അന്നത്തെ രാത്രിയിൽ നടന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് ചെമ്മണാത്തോട് കോളനിയിലെ ഓരോ കുടുംബവും. പാലക്കാട് ഗോവിന്ദാപുരത്തിനടുത്ത് മീങ്കര ഡാമിന് സമീപത്തായി ചെമ്മണാത്തോട് കോളനിയിലുള്ള ഈ കാണുന്ന വീടിനകത്താണ് കാളിയപ്പനും ബന്ധുക്കളും എല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്നത്. ആക്രിയെല്ലാം പെറുക്കിയാണ് ഇവർ ജീവിച്ചിരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ പല ആളുകളും ഈ ചെമ്മണാത്തോട് ഭാഗത്തേക്ക് താമസിക്കാൻ വേണ്ടി എത്തിയത്. പിന്നീട് ഇവിടെയുള്ള ആളുകൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലേക്കായി ഈ ആക്രി പെറുക്കാൻ വേണ്ടി പോകും. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് പിന്നീട് തിരിച്ചു വരാറുള്ളത്. ഏകദേശം 2 മാസം മുമ്പാണ് കാളിയപ്പനും ബന്ധുക്കളും പിന്നീട് തൃശ്ശൂരിലേക്ക് പോയതാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്. കാളിയപ്പൻ്റെ സഹോദരിയാണ്. എപ്പോഴാണ് അവസാനമായിട്ട് കാളിയപ്പൻ? ഒരു 2 മാസം കാണും. നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഒരു 4 മണിക്കാണ്, രാത്രി 4 മണിക്കാണ്. ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു 4 മണിക്ക് ഫോൺ വിളിച്ച അനിയെ, എൻ്റെ ആങ്ങള ഫോൺ വിളിച്ചപ്പോൾ ഞാൻ എടുത്തപ്പോൾ എൻ്റെ അനിയെ നല്ല കരഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എന്താടാന്ന് ചോദിച്ചു. ചേച്ചി എല്ലാവരും വണ്ടിൻ്റെ അടിയിൽ പോയി ചേച്ചി, ഇല്ല വണ്ടിൻ്റെ അടിയിലേക്ക് വണ്ടി വന്ന് കയറി ചേച്ചി എന്ന് പറഞ്ഞു. എന്താടാന്ന് പറഞ്ഞു. ഒന്നുകൂടി നല്ല പറടാന്ന് പറഞ്ഞു. അവൻ നല്ല കുറച്ച് നിന്നിട്ട് പറഞ്ഞു, ചേച്ചി എല്ലാത്തിനും വണ്ടി കയറി ചേച്ചി എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ടോർച്ച് എടുത്ത് അണിയെ നോക്കപ്പോൾ മനസ്സിലായുള്ളൂ എല്ലാവരും ചക്രത്തിൻ്റെ അടിയിൽ മൊത്തം പീസ് ഇരിക്കൊണ്ടൊന്ന് പറഞ്ഞ് അനിയെ. അപ്പം രണ്ടാമത് വണ്ടി തിരിച്ചു പോയിട്ട് രണ്ടാമത് റിസൾട്ട് എടുത്ത് റിസൾട്ട് എടുത്ത് ഫുള്ള് മൊത്തം 4 വയസ്സും 1 വയസ്സ് 2 മാസം വണ്ടിൻ്റെ അടിയിൽ അങ്ങനെ മൊത്തം. അപകടത്തിൽ മരിച്ച 4 വയസ്സ് മാത്രമുള്ള ജീവയുടെ അച്ഛൻ സുരേഷും ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലേ? എല്ലാവരും ഒപ്പം കിടക്കായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? പെട്ടെന്ന് അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അതിന് ഇടിച്ചു വന്ന് നിന്നത് മുമ്പിൽ കിടന്ന എൻ്റെ ചേട്ടനും മാമൻ്റെ മേത്ത് കയറ്റിയിട്ട് എൻ്റെ മേത്ത വന്ന് കയറ്റിയത്. എൻ്റെ മോൻ്റെ മേത്ത് നിന്ന് വണ്ടി തലയ്ക്ക് മേത്ത് വണ്ടി നിൽക്കുമായിരുന്നു. വണ്ടി എടുക്കണം അയാൾ എന്നെ കണ്ട് പേടിച്ചിട്ട് വണ്ടി ബാക്ക് എടുത്തപ്പോൾ ഒന്നും കൂടി എൻ്റെ മാമൻ്റെ മേത്തും ചേട്ടൻ്റെ മേത്തും കയറ്റിയിട്ട് എൻ്റെ ചെക്കനെടുത്ത് നോക്കിയപ്പോൾ അവിടെ തല 2 പീസായി കിടക്കും. അയാൾ ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന് പിടിച്ചു കൊടുത്ത് അയാൾ നിൽക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയായിരുന്നു അയാളിന്. കാളിയപ്പനും കുടുംബത്തിന് അപകടം സംഭവിക്കുമ്പോൾ അതേ നിരയിൽ തന്നെ കടന്നിരുന്ന സുരേഷ് എല്ലാവരും ഒരുമിച്ച് കിടക്കുമായിരുന്നു ആ സമയത്ത്. ഒരുമിച്ച് പറഞ്ഞാൽ എല്ലാവരും കുറച്ച് വിട്ടുവിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി വന്ന് ഇത്ര പാശ വന്ന ശബ്ദം ഉണ്ടെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ കടന്നുപോയി. അപ്പോൾ അവിടെ നിന്ന് എത്ര വണ്ടി പോകുന്നത് ഇങ്ങോട്ടായിരുന്നു. അവനെന്തായി തിരിച്ച് ഞങ്ങളുടെ ഇതിലേക്ക് കയറ്റി വിട്ട് അവിടെ നിന്ന് ചേച്ചിയുടെ മേത്ത് കയറ്റി ചേട്ടൻ്റെ നടു പോയി. പിന്നെ അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ കയറ്റി കൊണ്ടുവന്നു. ഞങ്ങൾ ഒരു 4 പേര് കയറി കിടന്ന വശമൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട്. ഇല്ലാതെ മൊത്തം കുടുംബം അങ്ങനെ പോയാൽ അങ്ങോട്ട് 11 പേരായിരുന്നു ഇന്നലെ കാളിയപ്പനും അതുപോലെ തന്നെ നാഗമ്മയും എല്ലാം തൃശ്ശൂരിൽ കിടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് 2 പൈതലുകളും ഇന്നലെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് അറിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.